إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവർത്തിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർന്നു പോവുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുക എന്നുള്ളതും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഏത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്ന്, അള്ളാഹുവിലേക്ക് ഏറെ പ്രിയപ്പെട്ടതും അള്ളാഹുവിങ്കിലേക്ക് ഉയർന്നു പോകുന്നതുമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അതിന് മുൻഗണന നൽകുക. രണ്ടാമത്തത്, ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാൻ പര്യാപ്തമായ അതിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതാണ്. ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ഖുത്ബയിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പെന്ന മഹത്തായ ഇബാദത്താണ്. വർഷത്തിൽ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതിൻ്റെ ഫضല് കൊണ്ടാണത്, അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. അതിനു പുറമെയും ഐച്ഛികമായ ധാരാളം നോമ്പ് അഥവാ സുന്നത്തായ നോമ്പുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പിൻ്റെ പ്രാധാന്യം കൊണ്ടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് സൽക്കർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ച സ്വഹാബിക്ക് നൽകിയ ഉപദേശങ്ങളിലൊന്ന്, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്കണം, ഫഇന്നഹു ലാ ഇദ്ല ലഹു, നോമ്പിന് പകരം നിൽക്കുന്ന മറ്റൊരു പ്രവൃത്തിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവേ ധാരാളം നോമ്പ് നോൽക്കുന്ന വ്യക്തിത്വമായിരുന്നു. അതേ സന്ദർഭത്തിൽ ശഅബാൻ മാസത്തിൽ, നാം ഉള്ള ഈ ഒരു മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പ് നോറ്റിരുന്നു. അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഹദീസിലെ ഒരു പ്രയോഗം, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള മാസം, നോക്കൂ നിങ്ങൾ, അഹബ്ബ ശുഹൂർ, മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് കൂടുതൽ ഇഷ്ടമായിരുന്നു ഏതു മാസത്തെ? ശഅബാൻ മാസത്തെ. എന്തിനു വേണ്ടി? അൻ യസൂമഹു, നോമ്പ് നോൽക്കാൻ വേണ്ടി. അപ്പോൾ ശഅബാൻ മാസത്തെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്? നോമ്പ് നോൽക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വ്യക്തമാക്കി, ദാലിക ശഹ്റുൻ തുർഫഉൽ അഅമാലു ഫീഹി ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിൻ്റെ പ്രത്യേകത, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് പ്രവർത്തനങ്ങൾ, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഒരു വർഷത്തിലെ വിശ്വാസികളുടെ മുഴുവൻ അമലുകളും ഉപരിലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്.
അപ്പോൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തരുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോകുമ്പോൾ അതിൽ നോമ്പ് കാണുന്നത് വളരെ വലിയ ഖൈറാണ്. അത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതാണ്. ഒരു ഹദീസിലുള്ളത്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോൽക്കുന്നത്, അയാളുടെ മുഖത്തെ അഥവാ അയാളെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അകറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ പേരിൽ അയാളുടെ പ്രവർത്തനങ്ങളുടെ രേഖയിൽ നോമ്പ് ധാരാളമായി കാണുകയാണെങ്കിൽ ബഹുദൂരം നരകത്തിൽ നിന്ന് അകന്നു പോകുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അമലുകൾ ഉപരിലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന ഈ ഒരു മാസത്തിൽ ഞാൻ ധാരാളമായി നോമ്പ് നോൽക്കുന്നു. കാരണം വഅന ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ ഇഷ്ടപ്പെട്ടു. ശഅബാൻ മാസത്തിലെ നോമ്പിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാനും അതിലൂടെ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി. അതുകൊണ്ട് ഈ ഒരു അമൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും ശഅബാൻ മാസത്തിൽ നോമ്പിന് നാം കൂടുതൽ പ്രാധാന്യം നൽകണം. രണ്ടാമത്തെ അമൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ ഖിറാഅത്താണ്. അതുകൊണ്ടാണ് സലഫുകൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിലെ പൂർവ്വസൂരികൾ ശഅബാൻ മാസം വന്നാൽ ഹദീസിൽ വന്ന, അതല്ലെങ്കിൽ അസറിൽ വന്ന പ്രയോഗം, ആ പ്രയോഗം അവർ ഖുർആനിലേക്ക് മുഖം കുത്തി വീണിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അത്രമാത്രം അവർ പരിഗണിച്ചു. എന്നിട്ട് അവർ അതിനൊരു പേര് നൽകി, ശഅബാൻ ഷഹ്റുൽ ഖുറാ, കാരിയങ്ങളുടെ മാസമാണ് എന്നവർ പേര് നൽകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഖുർആനിൻ്റെ ഖിറാഅത്തിന് ശഅബാൻ മാസത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണം. എന്തുകൊണ്ടാണത്? റഹ്മാനായ റബ്ബിലേക്ക് ഏറെ പ്രിയപ്പെട്ട അമലുകളിൽ ഒന്നാണ് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അതിന് 10 കൂലിയാണ്. ആ 10 കൂലി ഓരോ ഹർഫിനും ലഭിക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഉദാഹരണത്തിന് അലിഫ് ലാം മീം എന്ന് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ 30 കൂലി അയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ വലിയ ദറജകൾ ഖാരിയങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്, ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് നൽകപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഖുർആനിൻ്റെ ആളുകളെ കൊണ്ടുവരും, യുഅ്താ ബി സാഹിബിൽ ഖുർആൻ എന്നാണ്. ഖുർആനിൻ്റെ സാഹിബിനെ, ഖുർആനിൻ്റെ കൂട്ടുകാരനെ, ഖുർആനിനെ നിരന്തരമായി പാരായണം ചെയ്ത വ്യക്തിയെ ഖിയാമത്ത് നാളിൽ പ്രത്യേകം കൊണ്ടുവരും. എന്നിട്ട് ആ വലിയ ജനസാഗരമുള്ള ആ സന്നിധിയിൽ വെച്ച് റഹ്മാനായ റബ്ബ് പറയും, ഇഖ്റഇൽ ഖുർആൻ, ഖുർആൻ ഓതു എന്ന് പറയും. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നീ സാവകാശത്തിലും നിയമങ്ങൾ പാലിച്ചും ഖുർആൻ ഓതിയതുപോലെ ഇവിടെ വെച്ച് നീ ഖുർആൻ പാരായണം ചെയ്യണം. എന്നിട്ട് വർത്തഖി, നീ സ്വർഗത്തിൻ്റെ ദറജകളിലേക്ക് കയറിപ്പോയിക്കോ. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അവിടെയാണ് സ്വർഗത്തിലെ നിൻ്റെ സ്ഥാനം. അപ്പോൾ സ്വർഗലോകത്ത് വലിയ ദറജകൾ ഉയർത്തപ്പെടാൻ കാരണമായി തീരുന്ന അമലാണ് ഖിറാഅത്തുൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ മാസമായ റമളാൻ വരുന്നതിന് മുമ്പ് ഷഹ്റുൽ ഖുറാ എന്നറിയപ്പെടുന്ന ശഅബാൻ മാസത്തിൽ ധാരാളമായി ഖുർആൻ ഓതുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇസ്തിഗ്ഫാർ, പാപമോചനം, അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോകണം. നമ്മുടെ ഒരു വർഷത്തിലെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണല്ലോ ശഅബാൻ മാസം. ഇസ്തിഗ്ഫാർ ധാരാളമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണപ്പെടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ കർമ്മരേഖയിലാണോ ഇസ്തിഗ്ഫാർ ധാരാളമായി കാണുന്നത് അവർ രക്ഷപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ ധാരാളം ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ കാണുന്നത് എന്താണ്? തൻ്റെ അടിമ റബ്ബിനോട് പാപമോചനം തേടുകയാണ്. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ.
അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, ഇസ്തിഗ്ഫാറിനെ തേടുന്നു. അങ്ങനെ അടിമകൾ റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരാണുള്ളത്? മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. അതുകൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ തേടുക. ഉപരിലോകത്തേക്ക് ഉയർന്നു പോകുന്ന പ്രവർത്തനങ്ങളിൽ ഇസ്തിഗ്ഫാർ കൂടുതലുണ്ടെങ്കിൽ തൂബാ ലഹു, അവന് മംഗളമുണ്ട്, അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നോമ്പ് നോറ്റും ഖുർആൻ പാരായണം ചെയ്തും മറ്റു നന്മകളിലൊക്കെ മുന്നേറിയും കൂടെ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തിയും ഈ ഒരു മാസത്തെ നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഖുത്ബയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള നിബന്ധനകൾ നമ്മിൽ ഒത്തുവരുന്നുണ്ടോ എന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ശഅബാൻ 15 രാവിൽ സൃഷ്ടികളിലേക്ക് നോക്കുന്നതാണ്. ചില ഉലമാക്കൾ പറഞ്ഞു അവരുടെ കർമ്മങ്ങളിലേക്ക്. കാരണം ആകാശലോകത്തേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ആ കർമ്മങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നതാണ്. എന്നിട്ട് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മനുഷ്യർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ, ശരിക്കും ശ്രദ്ധിക്കുക, ഷിർക്ക് ചെയ്യുന്ന അഥവാ ഈമാനിൽ നിന്ന് തെറ്റിപ്പോയവർക്ക്, അവിശ്വാസം സ്വീകരിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഈമാൻ കാര്യങ്ങളായി പഠിപ്പിച്ച ഏതൊന്നിനെ ആര് നിഷേധിച്ചോ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിലേക്ക് നാം മുന്നിട്ട് ചെല്ലുകയും അതിനെ പാറിപ്പറക്കുന്ന ധൂളികളാക്കി പറത്തിക്കളയുകയും ചെയ്യും. അവർക്കൊന്നും ലഭിക്കൂല. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു. അതുകൊണ്ട് തന്നെ വലിയ ശിർക്കും ചെറിയ ശിർക്കും ഉണ്ടാവാൻ പാടില്ല. എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമല് ചെയ്യരുത്. ഒരു അമല് ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടി ചെയ്യണം, ആത്മാർത്ഥമായി റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അന അഗ്ന ശുറകാഇ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക. ഞാൻ പങ്കുകാരിൽ നിന്ന് ധന്യനാണ്. ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് എൻ്റെ കൂടെ മറ്റൊരാളെ കൂടി അതിൽ നിയ്യത്താക്കിയാൽ അവൻ്റെ അമലുകളെ ഞാൻ ഉപേക്ഷിച്ച് കളയുന്നതാണ്. അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് റിയാ ഇല്ലാതെ ഇഖ്ലാസോടുകൂടി റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചും അവനിൽ ഒരു സൃഷ്ടിയെയും പങ്കു ചേർക്കാത്തവരായിക്കൊണ്ടും ശുദ്ധ മുവഹിദുകളായി ചെയ്ത അമലുകൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ കാര്യമാണ് തൗഹീദുള്ള മുവഹിദായ ഒരാളുടെ സ്വഭാവത്തിൽ പ്പെട്ടതായിരിക്കണം വിശ്വാസികളോടുള്ള സലാമത്തായിട്ടുള്ള ഒരു ഹൃദയം. ആരോടും പകയോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുടെ അമലുകളും തടഞ്ഞു വെക്കപ്പെടുന്നതാണ്. അവർ നന്നാവുന്നത് വരെ അത് സ്വീകരിക്കൂല. നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ പിണങ്ങി നിൽക്കാൻ പാടില്ല. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താൻ പാടില്ല. അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളിലേക്ക് എത്തി നോക്കി സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മഗ്ഫിറത്തിന് തടസ്സമായി വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ പലരും മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നവർ, മക്കളോട് പിണങ്ങി നിൽക്കുന്നവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, സഹോദരങ്ങൾ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ പിണക്കത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അമല് അല്ലാഹു സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? വർഷത്തിലെ അമലുകൾ ഉയർത്തപ്പെടുകയും ശഅബാൻ മാസത്തിൽ അല്ലാഹു നമുക്ക് പുറത്തു തരാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് തടസ്സമായി കൊണ്ടുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണോ നമ്മളിൽ ഉള്ളത് എങ്കിൽ അത് വലിയ ഒരു നഷ്ടമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അതുകൊണ്ട് തൗഹീദ് ശരിയാക്കുന്നതോട് പോലെ തന്നെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കുക.
പിണക്കങ്ങൾ നന്നാക്കി തീർക്കുക. എന്നിട്ട് സലാമത്തായ നല്ല ഹൃദയത്തോടുകൂടി എല്ലാവരോടും വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ മാസത്തെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.